Hi everyone, this is Reshma Prijan with Inspiring Depot. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സെൽ ബയോളജി അല്ലെങ്കിൽ സൈറ്റോളജിയാണ്. അതായത് കോശ ജൈവശാസ്ത്രത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമുക്ക് SCERT NCERT ടെക്സ്റ്റ് ബുക്കുകളും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ അതിലുള്ള പാഠഭാഗങ്ങളും കൂടി ക്ലബ് ചെയ്തുകൊണ്ടാണ് നമ്മളിത് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ സെൽ ബയോളജി എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് ആവശ്യമായിട്ടുള്ളത് 6ാം ക്ലാസ്സിലെ 1ാമത്തെ പാഠമായിട്ടുള്ള ജീവന്റെ ചിപ്പുകൾ, അതുപോലെ 8ാം ക്ലാസ്സിലെ 1ാമത്തെ പാഠമായിട്ടുള്ള കോശം, കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ എന്ന് പറയുന്ന ഒരു പാഠമുണ്ട്. കോശമായിട്ട് ബന്ധപ്പെട്ട കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ. അതുപോലെ +1 8ാമത്തെ പാഠം കോശം ജീവന്റെ അടിസ്ഥാന ഘടകം എന്നുള്ളത്. അതുപോലെ 10ാമത്തത് കോശചക്രം, അതുപോലെ കോശ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട 10ാമത്തെ പാഠം. ഇത്രയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതുപോലെ നമ്മുടെ HSA സിലബസിലുള്ള മൊഡ്യൂൾ 3 1ാമത്തെ ഭാഗമായിട്ടുള്ള സെൽ ബയോളജിയും, അതുപോലെ മൊഡ്യൂൾ 7 വരുന്ന സെൽ ബയോളജീൻ്റെ പാർട്ട്, ക്രോമസോംസ് ഒക്കെ വരുന്ന ഭാഗം, ഇത്രയും കൂടി ചേർത്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക്, ഇതൊക്കെ ക്ലബ് ചെയ്തുകൊണ്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ ടോപ്പിക്ക്, കോശ ജൈവശാസ്ത്രം എന്നറിയപ്പെടുന്ന സെൽ ബയോളജി. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ് സെൽ ബയോളജി അല്ലെങ്കിൽ സൈറ്റോളജി എന്നാണ്, അല്ലേ? അപ്പോൾ സൈറ്റോ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? സൈറ്റോ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം കോശം എന്നുള്ള അർത്ഥമാണ്, അല്ലെ? കോശത്തെക്കുറിച്ചുള്ള പഠനം, അതാണ് സൈറ്റോളജി അല്ലെങ്കിൽ സെൽ ബയോളജി എന്ന് പറയുന്നത്. അപ്പോൾ കോശത്തെക്കുറിച്ചുള്ള പഠനമാണ് കോശ ജീവശാസ്ത്രം അല്ലെങ്കിൽ കോശ ജൈവശാസ്ത്രം. ഇങ്ങനെ ഒരുപാട് പേരുകൾ അതിനുണ്ട്. അപ്പോൾ നമ്മൾ കോശത്തെക്കുറിച്ച് പഠിക്കുന്നത് പല പല ശാസ്ത്രശാഖകളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. ഇപ്പം ബയോളജിക്ക് തന്നെ പല വിഭാഗങ്ങളുണ്ട്, അല്ലേ? അനാട്ടമി വരുന്നുണ്ട്, അതുപോലെ ശരീരധർമ്മശാസ്ത്രം അഥവാ ഫിസിയോളജി വരുന്നുണ്ട്. അപ്പോൾ ഫിസിയോളജീൻ്റെ ഭാഗമായിട്ടും ഈ കോശം വരുന്നുണ്ട്. കോശത്തിലേക്ക് പോഷകഘടകങ്ങൾ പോകുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. അതുപോലെ ജനറ്റിക്സ്, ജനിതക ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടും കോശം വരുന്നുണ്ട്. കോശത്തിനുള്ളിലുള്ള മർമ്മത്തിലെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിൽ ജനറ്റിക്സിൽ പഠിക്കുന്നത്. അതുപോലെ അതിൽ നിന്ന് വന്ന ബയോടെക്നോളജിയിൽ, മോളിക്യുലർ ബയോളജിയിൽ, അങ്ങനെ പലതരത്തിലുള്ള ജീവശാസ്ത്ര ശാഖകളിൻ്റെ ഒരു പൊതു ടോപ്പിക്കാണ് ഇതെന്ന് പറയുന്നത് സെൽ ബയോളജി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം, ഈ കോശത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴാണ് പഠിക്കാൻ തുടങ്ങിയത്? മൈക്രോസ്കോപ്പിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടി. അപ്പോൾ മൈക്രോസ്കോപ്പ് അഥവാ സൂക്ഷ്മദർശിനി കണ്ടെത്തിയത് ഹോളണ്ടുകാരായിട്ടുള്ള ഹാൻസും ജാൻസനുമാണ്. ഓക്കെ, ഹോളണ്ടുകാരായ, H എന്ന് വെച്ചാൽ ഹോളണ്ട് എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇട്ടത് കേട്ടോ. അപ്പോൾ ഹാൻസും ജാൻസനും കൂടിയാണ് എന്ത് ചെയ്യുന്നത്? മൈക്രോസ്കോപ്പ് അഥവാ സൂക്ഷ്മദർശിനി കണ്ടെത്തിയത്. അതുമുതലാണ് നമ്മൾ കോശങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടി തുടങ്ങിയത്. അങ്ങനെ ആദ്യമായിട്ട് ഒരു കോശത്തെ നിരീക്ഷിച്ചത്, കണ്ടെത്തിയത്, ആ കോശത്തെ പ്രതിപാദിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ പുസ്തകം എഴുതിയത്, കോശത്തിന് ആ ഒരു പേര്, ചെറിയ മുറി എന്നുള്ള അർത്ഥം വരുന്ന കോശം അഥവാ സെൽ എന്നുള്ള പേര് കൊടുത്ത വ്യക്തിയാണ് ആര്? റോബർട്ട് ഹുക്ക് എന്ന് പറയുന്നത്. സെൽ എന്ന് കോശത്തിന്റെ ഇംഗ്ലീഷ് ടേം എന്താ? സെൽ, അല്ലെ? അതിൽ ലാസ്റ്റ് എല്ല് വരുന്നുണ്ട്. എല്ല് എന്ന് വെച്ചാൽ എന്താ? ലാറ്റിൻ. ഓക്കെ, ആ രീതിയിൽ കണക്ട് ചെയ്യാം. അപ്പൊ ലാറ്റിൻ ഭാഷയിലാണ് എന്തെന്ന് വരുന്നത്? സെൽ എന്ന് പറയുന്ന ടേം വരുന്നത്. അപ്പൊ ആ സെല്ലിന്റെ അർത്ഥം എന്താ? ഒരു ചെറിയ മുറി എന്നുള്ള രീതിയിലാണ് സെല്ല് വരുന്നത്. അപ്പൊ 1665 റോബർട്ട് ഹുക്കാണ് ആദ്യമായിട്ട് സെല്ലിനെ കണ്ടെത്തിയതും അതിന് ആ പേര് കൊടുത്തതും. അതുപോലെ ആദ്യമായിട്ട് കോശത്തെ ചിത്രീകരിച്ച പുസ്തകം എന്ന് പറയുന്നത് റോബർട്ട് ഹുക്കിന്റെ മൈക്രോഗ്രാഫിയ എന്ന് പറയുന്ന പുസ്തകമാണ്. പിന്നെ വേറൊരു പ്രത്യേകതയുള്ളത്, ഇദ്ദേഹം എടുത്ത കോശം അത് ജീവനില്ലാത്ത കോശമായിരുന്നു. മൃതകോശത്തെ ആയിരുന്നു അദ്ദേഹം പഠിക്കാൻ വേണ്ടി എടുത്തിരുന്നത്. അതായത് നമ്മുടെ മരത്തിന്റെ തൊലികളിൽ, അല്ലെ, തൊലിയിൽ കാണപ്പെടുന്ന കോർക്ക് കോശങ്ങളെയാണ് ഇദ്ദേഹം എടുത്തത്. അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തത് കോർക്ക് കോശങ്ങളെ ആയിരുന്നു. അപ്പൊ ആ കോർക്ക് കോശങ്ങൾ എന്താണ്? മൃതകോശങ്ങളാണ്. അതിലാണ് അദ്ദേഹം ചെറിയ മുറികൾ പോലെയുള്ള പ്രത്യേക രൂപങ്ങളെ കണ്ടെത്തിയതും അതിന് കോശം എന്നുള്ള പേര് കൊടുത്തതും. നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണ്. അതായത് ജീവനുള്ള കോശത്തെ
കണ്ടെത്തിയത് ആരാണ്? ജീവനുള്ള കോശം എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് കണ്ടെത്തിയ ജീവകോശം ഒരു ബാക്ടീരിയമാണ്. ഓക്കെ, അങ്ങനെയുള്ള ബാക്ടീരിയ നമ്മുടെ ചുവന്ന രക്താണുക്കൾ അഥവാ RBC, പുരുഷ ബീജകോശമായിട്ടുള്ള സ്പേം, ഇങ്ങനെ ഒരുപാട് തരം സൂക്ഷ്മ ജീവികളെ കണ്ടെത്തിയ വ്യക്തിയാണ് ആന്റൺ വോൺ ലീവൻഹുക്ക്. ആരാണ്? ആന്റൺ വോൺ ലീവൻഹുക്ക്. ജീവകോശത്തെ കണ്ടെത്തിയത് ഇദ്ദേഹമാണ്. ഇനിയാണ് കോശത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന, കോശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ കോശമർമ്മം കണ്ടെത്തുന്നത്. 1831 റോബർട്ട് ബ്രൗൺ ആണ് കോശമർമ്മം കണ്ടെത്തുന്നത്. അത് കണ്ടെത്തുക മാത്രമല്ല ആ ടേം കൊടുത്തത്. ഓക്കെ, ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് ടേം എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിന് ആ പേര് കൊടുത്തതും ആര് തന്നെയാണ്? റോബർട്ട് ബ്രൗൺ തന്നെയാണ്. പിന്നീട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു 1838 എന്ത് കണ്ടെത്തുന്നത്? സസ്യകോശത്തെ കണ്ടെത്തുന്നത്. അതായത് സസ്യങ്ങളെ പഠനവിധേയമാക്കി ആരാണ്? മാത്തിയാസ് ഷ്ലീഡൻ എന്നറിയപ്പെടുന്ന MJ ഷ്ലീഡൻ. അദ്ദേഹം സസ്യങ്ങളെ പഠനവിധേയമാക്കുകയും അതിൽ നിന്ന് കണ്ടെത്തിയ ഒരു കാര്യമാണ് ഈ സസ്യങ്ങളുടെ ശരീരവും എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? കോശങ്ങളെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുകൂടി കണ്ടെത്തിയത്. വേറൊരു കാര്യം കൂടി അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ഈ കോശങ്ങളൊക്കെ കൂടിച്ചേർന്നുകൊണ്ട് സസ്യകലകൾ രൂപപ്പെടുന്നു. നമ്മൾ പഠിക്കുന്ന പാരൻകൈമ, ക്ലോറൻകൈമ, സ്ക്ലീറൻകൈമ പോലെയുള്ള കലകളുണ്ടല്ലോ, സൈലം, ഫ്ലോയം. അപ്പൊ ഇതുപോലെയുള്ള സസ്യകലകൾ രൂപപ്പെടുന്നത് ഈ സസ്യകോശങ്ങളിൽ നിന്നാണ് എന്നൊക്കെ കണ്ടെത്തിയ വ്യക്തിയാണ് ആര്? MJ ഷ്ലീഡൻ എന്നറിയപ്പെടുന്ന മാത്തിയാസ് ഷ്ലീഡൻ. അടുത്തൊരു വ്യക്തി 1839 ഇദ്ദേഹത്തിന്റെ സമകാലികനായിട്ടുള്ള തിയോഡോ ഷ്വാൻ ആണ്. അദ്ദേഹം എന്ത് ചെയ്തു? സസ്യകോശങ്ങളെയും ജന്തുകോശങ്ങളെയും പഠനവിധേയമാക്കി. അങ്ങനെ ജന്തു ശരീരവും കോശനിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയത്, ജന്തുകോശത്തെ കണ്ടെത്തിയ വ്യക്തിയാണ് ആര്? തിയോഡോർ ഷ്വാൻ. മാത്രമല്ല 2 കാര്യങ്ങളും കൂടി അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഒന്ന്, സസ്യകോശങ്ങള് കട്ടിയുള്ള കോശഭിത്തി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നും, അതുപോലെ അതായത് ഏറ്റവും പുറമേയുള്ള ആവരണം എന്താണ്? കോശഭിത്തിയാണ് സസ്യങ്ങളിൽ നിന്നുള്ള കാര്യം കണ്ടെത്തി. അതുപോലെ രണ്ടാമത് വേറൊന്ന് അദ്ദേഹം കണ്ടെത്തിയത്, ജന്തുകോശങ്ങൾ എടുത്താൽ അവർക്കൊരു നേർത്ത പാട പോലെയുള്ള ഒരു സ്തരമാണ് ഏറ്റവും പുറമേയുള്ള ആവരണമായിട്ടുള്ളത് എന്ന്. ഈ സ്തരത്തിന് അദ്ദേഹം പേര് കൊടുത്തു. അതാണ് പ്ലാസ്മ സ്തരം അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ആ ഒരു ടേം പേര് കൊടുത്തത് ഇദ്ദേഹമാണ്. അതുപോലെ വേറൊന്നാണ്, നമ്മൾ പ്ലാസ്മ സ്തരത്തിന്റെ ഉള്ളിൽ, അതിപ്പോ സസ്യമായാലും ജന്തുക്കളായാലും അവരുടെ എല്ലാവരുടെയും കോശങ്ങളുടെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റുമോ? മർമ്മവും അല്ലെ മറ്റുള്ള കോശാംഗങ്ങളൊക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു ദ്രവം കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു ദ്രവത്തിനെയാണ് പ്രോട്ടോപ്ലാസം എന്ന് വിളിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ജീവദ്രവ്യം എന്നുകൂടി വിളിക്കുന്നത്. ഈ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്ന ടേം കൊടുക്കുന്നത്, ആ ഒരു പേര് നിർദ്ദേശിക്കുന്നത് പർക്കിഞ്ചയാണ്. അദ്ദേഹം എപ്പോഴാണ് പേര് നിർദ്ദേശിക്കുന്നത്? 1840 പേര് നിർദ്ദേശിക്കുന്നത്. ഇദ്ദേഹം പേര് നിർദ്ദേശിക്കുന്ന ആ ഒരു കാലയളവിൽ തന്നെ, അതായത് 1838-39 കാലയളവിൽ കോശ സിദ്ധാന്തവും കൂടി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഓർമ്മിക്കുക. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ് 1840 ആകുമ്പോഴേക്കാണ് പർക്കിഞ്ച് എന്ത് കണ്ടുപിടിക്കുന്നത്? പ്രോട്ടോപ്ലാസം എന്ന് പറയുന്ന ടേം പേര് നിർദ്ദേശിക്കുന്നത്. ഏത്? കോശത്തിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ആ ദ്രവത്തിന്. ഈ ഒരു ദ്രവം അതാണ് ജീവന്റെ കണിക എന്ന് പറഞ്ഞൊരു വ്യക്തി കൂടിയുണ്ട്. അപ്പൊ അദ്ദേഹത്തെയും കൂടി നമുക്കിപ്പോൾ പഠിക്കാം. അദ്ദേഹത്തിന്റെ പേരെന്താണ്? TH ഹക്സ്ലി ആണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? പ്രോട്ടോപ്ലാസം അഥവാ ജീവദ്രവ്യം അത് ജീവന്റെ കണികയാണ് എന്നാണ് TH ഹക്സ്ലി പറഞ്ഞത്. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് കോശ സിദ്ധാന്തമാണ്. 1838-39 കാലഘട്ടങ്ങളിൽ മാത്തിയാസ് ഷ്ലീഡൻ അതുപോലെ തിയോഡോർ ഷ്വാൻ ഇവരുടെ രണ്ടുപേരുടെയും കണ്ടുപിടുത്തങ്ങളും മറ്റ് ശാസ്ത്രജ്ഞന്മാരുടെ ചിന്തകളും ആശയങ്ങളും ഒക്കെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് ഒരു സിദ്ധാന്തം ഇവർ രണ്ടുപേരും കൂടി രൂപീകരിച്ചു. അതാണ് വളരെ പ്രധാനപ്പെട്ട കോശ സിദ്ധാന്തം അഥവാ സെൽ തിയറി എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും 2 പരികൽപ്പനകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് ആ 2 പ്രധാനപ്പെട്ട പരികൽപ്പനകൾ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് പറയുന്നത്, എല്ലാ ജീവജാലങ്ങളെയും നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങളും
കോശ ഉൽപ്പന്നങ്ങളും കൊണ്ടാണ് എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. എന്താണ്? എല്ലാ ജീവജാലങ്ങളും കോശങ്ങളാലും കോശ ആലും നിർമ്മിതമാണ്. അപ്പൊ ഈ ഒരു പരികൽപ്പന, ഈ ഒരു ആശയം ശരിക്കത് രൂപീകരിച്ചത് ആരാണ്? തിയോഡോർ ഷ്വാൻ ആണ്. അതുപോലെ രണ്ടാമത്, ഈ കോശം എന്ന് പറയുന്നത് ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാന ഘടകമാണ് എന്നാണ്. അതായത് ഇപ്പൊ നമ്മളൊരു വീട് കെട്ടുന്ന സമയത്ത് അല്ലെ കല്ല് വേണം, അവിടെ കല്ലാണ് പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകം. മറ്റുള്ള ഒരുപാട് സിമെന്റും കാര്യങ്ങളും കമ്പികളും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷെ ഏറ്റവും അടിസ്ഥാന ഘടകം അല്ലെങ്കിൽ അടിത്തറ കിട്ടുന്നത് എന്ത് വെച്ചിട്ടാണ്? കല്ല് വെച്ചിട്ടാണ്. അതുപോലെയാണ് നമ്മുടെയൊക്കെ ശരീരം എന്തുകൊണ്ട് നിർമ്മിതമാണ്? അടിസ്ഥാന ഘടകമായിട്ടുള്ള കോശങ്ങളെ കൊണ്ട് നിർമ്മിതമാണെന്നാണ് ഇതിൽ പറയുന്നത്. ഈ ഒരു സിദ്ധാന്തത്തിന് ഒരു പോരായ്മയുണ്ട്. കോശങ്ങളിൽ നിന്ന് എങ്ങനെയാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്ന് വിശദീകരിക്കാൻ ഈ ഒരു സിദ്ധാന്തത്തിന് സാധിച്ചില്ല. അപ്പൊ ഇതിന്റെ വിശദീകരണം വരുന്നത് 1855 മറ്റൊരു സിദ്ധാന്തത്തിന്റെ ആവിർഭാവത്തോടു കൂടിയാണ് കോശ സിദ്ധാന്തം കംപ്ലീറ്റ് ആവുന്നത്. ആ ഒരു സിദ്ധാന്തം 1855 റുഡോൾഫ് വിർഷോ രൂപീകരിച്ച സിദ്ധാന്തമാണ് തിയറി ഓഫ് സെൽ ലീനിയേജ് എന്ന് പറയും. അതായത് കോശ വംശ പരമ്പര സിദ്ധാന്തം. എങ്ങനെയാണ് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് പുതിയവ ഉണ്ടാകുന്നത്? അതാണ് ഇതിൽ പറയുന്നത്. ഇതിൽ പറയുന്നത് എന്താണ്? പുതിയ കോശങ്ങൾ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നാ പറയുന്നത്? നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ്. അതായത് ഒമ്നിസ് സെല്ലുല ഈ സെല്ലുല എന്നാണ് പറയുന്നത്. അതായത് നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയവ ഉണ്ടാകുന്നത്. അതെങ്ങനെ ഉണ്ടാകുന്നു എന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. നിലവിലുള്ള കോശങ്ങളിൽ വിഭജനം നടന്ന് അങ്ങനെയാണ് പുതിയ കോശങ്ങൾ രൂപീകരിക്കുന്നത് എന്നാണ് റുഡോൾഫ് വിർഷോ കണ്ടെത്തുന്നത്. ഈ കണ്ടെത്തലുകൾ കൂടി ഉൾപ്പെടുത്തി, അതുപോലെ ഓരോരോ കാലഘട്ടത്തിലും ഓരോ ശാസ്ത്രജ്ഞരുടെ അവരുടെ ആശയങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കോശ സിദ്ധാന്തം ഇങ്ങനെ പുതുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം നിലവിലിപ്പോ കോശ സിദ്ധാന്തത്തിന്റെ പുതിയ പതിപ്പില് കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ പതിപ്പ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏതൊക്കെയാണ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയ കാര്യങ്ങൾ? അതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പൊ ഇതിൽ ഉൾപ്പെടുത്തിയ ഒരു കാര്യം, അതായത് പരിഷ്കരിച്ച ഏറ്റവും പുതിയ പതിപ്പിന്റെ കോശ സിദ്ധാന്തത്തിന്റെ ഏറ്റവും പുതിയ പതിപ്പിൽ ഉൾപ്പെടുത്തിയ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒരേ തരം ജീവികളിൽ, അതായത് സമാന ജീവികളിൽ, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മൾ പറയല്ലേ ചില ജീവികൾ തമ്മിൽ എന്താണ് ഒരു ബന്ധുത്വം ഉണ്ടാവും. അപ്പം അങ്ങനെ ബന്ധുക്കളായിട്ട് വരുന്ന ജീവികളിലും സമാനമായ ജീവികളിലും കോശത്തിന്റെ രൂപത്തിലും ഘടനയിലും നമുക്ക് സാമ്യത കാണാൻ വേണ്ടി പറ്റും. അതാണ് ആദ്യം പറയുന്നത്, സമാന ജീവികളിൽ സമാനമായിട്ടുള്ള കോശഘടന. അതുപോലെ ഏത് കോശങ്ങൾ എടുത്തു കഴിഞ്ഞാലും ആ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കൾ സമാനമായിരിക്കും. ഓക്കെ, അപ്പൊ കോശത്തിലുള്ള രാസവസ്തുക്കൾ സമാനമായിരിക്കും. കോശത്തില് തന്മാത്രകളുടെ സംഘാടനം, തന്മാത്രകൾ കൂടിച്ചേർന്നിട്ടാണല്ലോ കോശം ഉണ്ടാവുന്നത്. ആ തന്മാത്രകളുടെ സംഘാടനം, അവയുടെ പ്രവർത്തനം, ഇതിലൊക്കെ സാമ്യത കാണിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ചെറിയ ചെറിയ വ്യത്യാസവും കാണിക്കുന്നുണ്ടാവും. അതാണ് ഒരു കോശത്തിന്റെ പ്രവർത്തന സവിശേഷത എന്ന് പറയുന്നത്. അല്ലെ, ഇപ്പൊ നമ്മൾ തന്നെ എല്ലാവരും എന്താണ്, വ്യത്യസ്തരാണ്, എല്ലാവരും മനുഷ്യരാണ്, അതിൻ്റെതായിട്ടുള്ള ഘടന നമുക്കുണ്ട്, സാമ്യതയുണ്ട്. അതുകൂടാതെ നമ്മുടേതായ സവിശേഷത എന്ന് പറയാൻ കുറച്ച് വ്യത്യസ്തതയുണ്ടാവും അല്ലെ. അതുപോലെ കോശങ്ങളിലും എന്തുണ്ട്, വ്യത്യസ്തത പുലർത്തുന്നുണ്ട്. അപ്പൊ ആ വ്യത്യസ്തതയാണ് ഓരോ കോശത്തെയും മറ്റൊന്നിൽ നിന്ന് വേർതിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ ജീവിയുടെയും ശരീരത്തിൽ കാണപ്പെടുന്ന കോശങ്ങളുടെ പ്രവർത്തനം എങ്ങനെയാണോ, പ്രവർത്തന സവിശേഷതകൾ എന്താണോ, അതിനനുസരിച്ചിട്ടായിരിക്കും ആ ജീവിയുടെ പ്രവർത്തന ഗുണം ഉണ്ടാവുന്നത് അല്ലെ. ഓരോ ജീവിക്ക് ഓരോ തരം കഴിവില്ലേ, നീന്താൻ പറ്റുന്ന ജീവികളുണ്ട്, പറക്കാം, അങ്ങനെയൊക്കെ നമ്മൾ സിമ്പിളായിട്ട് ആലോചിച്ചാൽ അവയുടെയൊക്കെ പ്രവർത്തന ഗുണം അവയുടെ കോശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ കോശങ്ങളിൽ എന്തടങ്ങിയിട്ടുണ്ട്? പാരമ്പര്യ ഘടകം അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാരമ്പര്യ ഘടകം പിന്നീട് നമ്മൾ അത് എന്താണ്, ക്രോമസോമുകൾ, കോശങ്ങളിലുള്ള മർമ്മത്തിലാണുള്ളത്, അതിനുള്ളിലുള്ള ക്രോമസോമിലാണ്, അതിൽ ഉള്ളിലുള്ള DNA-യിലാണ്, അതിൽ കാണപ്പെടുന്ന ജീനുകളാണ് ഈ പാരമ്പര്യ ഘടകം എന്നുള്ള രീതിയിലേക്ക് വരെ, അത്തരം കണ്ടെത്തലുകളിലേക്ക് വരെ ഇന്ന് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അത് മാത്രമല്ല ജീൻ തെറാപ്പി പോലെ ജനിതക രോഗങ്ങൾ കണ്ടെത്തുകയും
ആ രോഗങ്ങൾക്കുള്ള പരിഹാരം എന്നുള്ള രീതിയിൽ ജീൻ മാറ്റിവെച്ചുകൊണ്ട് ജീൻ തെറാപ്പി ചെയ്യുന്ന ലെവലിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പം അങ്ങനെയുള്ളതൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ കോശ സിദ്ധാന്തത്തിന്റെ പുതിയ പതിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ പറയുന്ന ഒരു കാര്യം എന്താണ്? പാരമ്പര്യ ഘടകം അടങ്ങിയിട്ടുണ്ട്. ഇത് തലമുറകളായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ്. ഓക്കെ, ഇതാണ് കോശ സിദ്ധാന്തത്തിന്റെ പുതിയ പതിപ്പിൽ പറയുന്ന കാര്യങ്ങൾ. ഇനി കോശവുമായിട്ട് ബന്ധപ്പെട്ട കോശ ചരിത്രത്തിൽ ഉൾപ്പെടുന്ന മറ്റു കണ്ടെത്തലുകൾ നോക്കാം. അതിലൊന്നാണ് സൊമാറ്റിക് കോശ വിഭജനമായ, സൊമാറ്റിക് എന്ന് വെച്ചാൽ എന്താണ്? സൊമാറ്റിക് കോശങ്ങളിൽ നടക്കുന്ന കോശ വിഭജനം അല്ലെ. അതായത് സൊമാറ്റിക് കോശങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരകോശങ്ങളിൽ നടക്കുന്ന കോശ വിഭജനമാണെന്ത്? മൈറ്റോസിസ് അഥവാ ക്രമഭംഗം എന്നറിയപ്പെടുന്നത്. ഇത് കണ്ടെത്തിയതും ഇതിന് ആ ഒരു പേര് കൊടുത്തതും ആ ഒരു പേര് കൊടുത്തതും ആരാണ്? ഫ്ലമിംഗ് ആണ്. എപ്പോഴാണ്? 1882. ഓക്കെ, അപ്പൊ 1882 ഫ്ലമിംഗ് ആണ് ക്രമഭംഗം കണ്ടെത്തിയത്. അതുപോലെ ബീജസംയോഗ സമയത്ത് രണ്ട് ബീജകോശങ്ങളുടെയും മർമ്മങ്ങൾ അങ്ങനെ കൂടിച്ചേർന്നുകൊണ്ടാണ് സിക്താണ്ഡത്തിലെ മർമ്മം ഉണ്ടാകുന്നത് എന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് ആര്? ഓസ്കാർ ഹെർട്യൂഗ്. ഓക്കെ, അപ്പൊ ഓസ്കാർ എന്താണ്? ഓസ്കാർ ഹെർട്യൂഗ്. അപ്പം എന്താണ് ഓസ്കാർ ഹെർട്യൂഗ് കണ്ടെത്തിയത്? ബീജസംയോഗ സമയത്ത് രണ്ട് ബീജകോശങ്ങൾ ഉണ്ടാവും. അപ്പോൾ മനുഷ്യന്റെ കാര്യം എടുക്കുമ്പോൾ അണ്ഡവും പുംബീജവും. അപ്പം അണ്ഡത്തിന്റെ മർമ്മവും പുംബീജത്തിന്റെ മർമ്മവും കൂടി ചേർന്നുകൊണ്ടാണ് സിക്താണ്ഡം രൂപപ്പെടുന്നത്. ഓക്കെ, പുതിയൊരു കോശം രൂപപ്പെടുന്നത് എന്നുള്ള കണ്ടെത്തൽ നടത്തിയത് ആരാണ്? ഓസ്കാർ ഹെർട്യൂഗ് ആണ്. അതുപോലെ ഈ ബീജകോശങ്ങൾ ഹാപ്ലോയിഡ് ആണ് അഥവാ ഏകപ്ലോയിഡ് ആണ്. നമുക്ക് അങ്ങനെ പറയുന്നതിനേക്കാൾ ഏറ്റവും എളുപ്പത്തിൽ N ആണ്. ഓക്കെ, N-ഉം 2N-ഉം ഉണ്ട് അല്ലെ. നമ്മളെന്താണ്? ഡിപ്ലോയിഡ് ആണ്. നമ്മൾ ജീവികളൊക്കെ നമുക്ക് 2 സെറ്റ് ക്രോമസോംസ് ഉണ്ട്. ഇപ്പൊ നമ്മളെ കേസിൽ 46 ക്രോമസോംസ് ഉണ്ട്. അത് 2 സെറ്റായിട്ട്, അതായത് 23 ഒരു സെറ്റ്, 23 വേറൊരു സെറ്റ്, അങ്ങനെ 2 സെറ്റായിട്ടാണ് നമ്മുടെ ക്രോമസോംസ് ക്രമീകരിച്ചിരിക്കുന്നത്. അതാണ് ഡിപ്ലോയിഡ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഡിപ്ലോയിഡ് ആവണമെങ്കിൽ നമ്മൾ ഉണ്ടായിരിക്കുന്ന സിക്താണ്ഡം അല്ലെ, ആ സിക്താണ്ഡവും ഡിപ്ലോയിഡ് ആണല്ലോ. ആ സിക്താണ്ഡം എന്തൊക്കെ ചേർന്നിട്ടുണ്ടാവുന്നത്? പുംബീജവും അണ്ഡവും. അപ്പൊ ഇത് രണ്ടും കൂടിച്ചേർന്നിട്ടുണ്ടാവുന്നതുകൊണ്ട് ആ 2 ബീജകോശങ്ങൾ ഒന്നായിരിക്കണം ഹാപ്ലോയിഡ് അഥവാ ഏകപ്ലോയിഡ് ആയിരിക്കണം അല്ലെ. ഒന്ന് N, മറ്റേതും N, അപ്പൊ രണ്ടും കൂടി ചേർന്നിട്ട് N+N 2N കിട്ടണം അല്ലെ. അപ്പൊ ഈ ഒരു ബീജകോശങ്ങൾ ഹാപ്ലോയിഡ് ആണ് എന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് ആര്? വാൻ ബെനിഡൻ. ആരാണ്? വാൻ ബെനിഡൻ. അതുപോലെ മറ്റൊരു സിദ്ധാന്തമാണ് ഏത്? ജേം പ്ലാസം തിയറി എന്ന് പറയുന്നത്. ജേം പ്ലാസം സിദ്ധാന്തം കണ്ടെത്തിയത് ആരാണ്? വീസ്മാൻ ആണ്. ഓഗസ്റ്റ് വീസ്മാൻ എന്ന് ചില പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഇദ്ദേഹം തിരിച്ചറിഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതും ഈ ഒരു സിദ്ധാന്തത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ ഒരു സിദ്ധാന്തം അദ്ദേഹം രൂപീകരിക്കുന്നത്. കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചാൽ, ഒരു ബീജകോശം രൂപീകരിക്കുമ്പോൾ ആ ബീജ രൂപീകരണ വേളയിൽ ബീജകോശം എന്താവണം? ഹാപ്ലോയിഡ് ആവണം അല്ലെ. അപ്പൊ ഹാപ്ലോയിഡ് ആവണമെങ്കിൽ അവിടെ എന്ത് നടക്കുന്നുണ്ട്? റിഡക്ഷൻ ഡിവിഷൻ അഥവാ ഊനഭംഗം, മിയോസിസ് നടക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് ആരാണ്? വീസ്മാൻ ആണ്. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയ സിദ്ധാന്തമാണ് ഇത് ജേം പ്ലാസം സിദ്ധാന്തം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ബീജകോശം ഹാപ്ലോയിഡ് ആണെന്ന് വാൻ ബെനിഡൻ കണ്ടെത്തി. അപ്പൊ അത് ഹാപ്ലോയിഡ് ആവണമെങ്കിൽ നമ്മുടെ ശരീരകോശങ്ങളൊക്കെ ഡിപ്ലോയിഡ് ആണ്, നമ്മുടെ പ്രത്യുൽപാദന കോശങ്ങളും ഡിപ്ലോയിഡ് ആണ്. ആ ഡിപ്ലോയിഡ് ആയ 2N ആയ അല്ലെ, 2N ആയിട്ടുള്ള ആ ഒരു പ്രത്യുൽപാദന കോശങ്ങളിൽ നിന്ന് എങ്ങനെയാണ് അതായത് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ബീജകോശങ്ങൾ ഉണ്ടാവുന്നത്? അത് ഏത് വഴിയാണ്? ഊനഭംഗം എന്ന് പറയുന്ന ഒരു കോശ വിഭജന രീതി വഴിയാണ് എന്ന് തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് ആര്? ഓഗസ്റ്റ് വീസ്മാൻ. അതുപോലെ ഇദ്ദേഹം തന്നെയാണ് ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ആ ഒരു സിദ്ധാന്തമുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു സിദ്ധാന്തത്തിന്റെ ഒരു അടിത്തറ പാകിയ വ്യക്തി ആരാന്ന് വെച്ചാൽ അത് വീസ്മാൻ ആണ്.
പിന്നീട് ആ സിദ്ധാന്തം പരിഷ്കരിച്ചതും ഇപ്പോൾ നമ്മളോടിപ്പോൾ എക്സാമിന് ചോദിക്കുന്നു, ആരാണ് ക്രോമസോമൽ തിയറി ഓഫ് ഹെറിഡിറ്റി അല്ലെങ്കിൽ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് കണ്ടെത്തിയത്, രൂപീകരിച്ചത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് സട്ടൺ ആൻഡ് ബൊവേറി. പക്ഷേ ഈ സിദ്ധാന്തത്തിന് അധിഷ്ഠിതമായിട്ടുള്ള കണ്ടെത്തലുകൾ, ആ കണ്ടെത്തലുകളിലേക്ക് എത്തിച്ചത് ആരാണ്? വീസ്മാൻ ആണ്. ഓക്കെ. അതുപോലെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ കണ്ടെത്തൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമായിരുന്നു ആ സമയത്ത്. കാരണം കോശങ്ങളെക്കുറിച്ചും കോശമർമ്മത്തെക്കുറിച്ചും പഠിച്ചു. ആ കോശത്തിനുള്ളിൽ ഒരുപാട് കോശാംഗങ്ങളുണ്ട്. മൈറ്റോകോൺട്രിയോണും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും ഗോൾജി ബോഡിയും അങ്ങനെയുള്ള കോശാംഗങ്ങളുടെ സൂക്ഷ്മമായിട്ടുള്ള പഠനത്തിന് എന്ത് ചെയ്യണം? കുറച്ചും കൂടി മെച്ചപ്പെട്ട മൈക്രോസ്കോപ്പുകൾ, സൂക്ഷ്മദർശിനികൾ ആവശ്യമാണ്. അങ്ങനെയാണ് 1931 നോളും റസ്കയും കൂടി ചേർന്നുകൊണ്ട് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടെത്തുന്നത്. അതുവരെ പ്രകാശം ഉപയോഗിച്ചുകൊണ്ടുള്ള ലൈറ്റ് മൈക്രോസ്കോപ്പ് ആയിരുന്നു. അത് മാറി ഇലക്ട്രോണുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടെത്തി. അതുപോലെ പിന്നീട് അതിനേക്കാളും കുറച്ചും കൂടി മെച്ചപ്പെട്ട നമ്മുടെ കോശസ്തരത്തിൻ്റെ, അതായത് പ്ലാസ്മ മെംബ്രെയിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് കണ്ടെത്തുന്നു. 1934 സെറിക് ആണ് എന്ത് കണ്ടെത്തുന്നത്? ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് കണ്ടെത്തുന്നത്. ഇനി കൃത്രിമമായിട്ട് ബാക്ടീരിയൽ ന്യൂക്ലിക് ആസിഡ് നിർമ്മിച്ചത് ആരാണ്? 1959 കൃത്രിമമായിട്ട് ബാക്ടീരിയയുടെ ന്യൂക്ലിക് ആസിഡ് വികസിപ്പിക്കുന്നത്, അല്ലേ? അപ്പം മർമ്മത്തിൻ്റെ ഉള്ളിലുള്ള ക്രോമസോമും അതിൻ്റെ ഉള്ളിലാണ് ഈ ന്യൂക്ലിക് ആസിഡ്സ് വരുന്നത്. ഏതൊക്കെയാണ് ന്യൂക്ലിക് ആസിഡ്സ്? DNA ഉണ്ട്, RNA ഉണ്ട്. അതിൽ ബാക്ടീരിയയുടെ ജനിതക വസ്തു വികസിപ്പിച്ച വ്യക്തിയാണ് ആർതർ കോൺബർഗ്. ഓക്കെ. ആർതർ കോൺബർഗ് എപ്പോഴാണ് അത് വികസിപ്പിച്ചത്? 1959. അതുപോലെ ജനറ്റിക് കോഡ്, അതായത് ഈ DNA, നമുക്കറിയാം ഒരുപാട് ജീനുകൾ ചേർന്നിട്ടാണ് DNA വരുന്നത് എന്ന്. ആ ജീനുകൾ നൈട്രജൻ ബേസിന്റെ അടിസ്ഥാനത്തിലുള്ള ജനറ്റിക് കോഡ്, ഇപ്പൊ AUG CGC എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ജനറ്റിക് കോഡുകളുണ്ടല്ലോ, ആ കോഡ് കണ്ടെത്തിയ വ്യക്തികളാണ് ആരൊക്കെ? ഇവർ ഓരോരോ കാലഘട്ടത്തിലായിട്ട് അത് കണ്ടെത്തുകയാണ് കേട്ടോ. ആദ്യമായിട്ട് കണ്ടെത്തിയത് 1968 ഓക്കെ. 1968 ഈ കണ്ടെത്തലുകൾ ആരംഭിക്കുന്നത്. ഓക്കെ. അപ്പൊ എപ്പോഴാണ് ജനിതക സംജ്ഞ കണ്ടെത്തിയതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 1968. ഓക്കെ. ഈ കണ്ടെത്തലുകളുടെ ആരംഭം എന്ന് പറയുന്നത് മാർഷാൽ നിരൻബർഗ് ആണ്. അതുപോലെ ഇന്ത്യക്കാരനായിട്ടുള്ള ഹർഗോവിന്ദ് ഖൊരാന, അതുപോലെ ഹോളി. ഓക്കെ. നിരൻബർഗ്, ഖൊരാന, ഹോളി ഇവരൊക്കെയാണ്. അതുപോലെ തന്നെ കൃത്രിമമായിട്ട്, അല്ല, ഇത് ജനിതക കോഡ് കണ്ടെത്തിയത് മാത്രമാണ്. ഒരു ജീവിയുടെ DNA-യിലുള്ള ജീനുകൾ, അപ്പൊ അവരെ നൈട്രജൻ ബേസിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തി. ഓക്കെ. ആ കോഡ് കണ്ടെത്തിയതാണ്. അങ്ങനെ കുറച്ച് കൃത്രിമമായിട്ട് കുറച്ച് ജീനുകൾ ഉൽപ്പാദിപ്പിച്ചത്, എൻ്റെ ലാബിൽ ഉൽപ്പാദിപ്പിച്ച വ്യക്തിയാണ് ആര്? ഹർഗോവിന്ദ് ഖൊരാന. എപ്പോഴാണ്? 1970. ഓക്കെ. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് കോശ ചരിത്രമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിക്കാനുള്ളത്. പരമാവധി കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പഠിക്കുക. ഓക്കെ. ഇനി നമ്മൾ ഈ കോശത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, അല്ലെ? ഒറ്റ കോശമുള്ള ജീവികൾ ഉണ്ടാവും, അവര് നമ്മൾ എന്ത് പറയും? ഏകകോശ ജീവികൾ എന്ന് പറയും. ഒറ്റ കോശമുള്ള ജീവികൾ. അപ്പൊ എന്താ അവരുടെ പ്രത്യേകത? ഒരു കോശത്തിൽ നടക്കേണ്ട എല്ലാ ജീവധർമ്മ പ്രവർത്തനങ്ങളും, അല്ലെ, ആ ഒരു കോശം തന്നെയാണ് ആ ജീവിയുടെ ശരീരവും. ഇതാണ് പ്രത്യേകത, അല്ലെ? ഒറ്റ കോശം ശരീരമായിട്ട് മാറുന്നത് ഏതൊക്കെ ജീവികളാണോ ആ ജീവികളാണ് ഏകകോശ ജീവികൾ. അപ്പൊ അത് നമുക്ക് കിണ്ടം വെച്ചിട്ട് പറയാം. നമ്മുടെ വിറ്റിക്കറിന്റെ 5 കിണ്ടം ഉണ്ടല്ലോ, ആ 5 കിണ്ടത്തിൽ കിണ്ടം മൊണീറ, ബാക്ടീരിയകൾ, ആർക്കി ബാക്ടീരിയകളൊക്കെ ഉൾപ്പെടുന്ന കിണ്ടം മൊണീറ, അതുപോലെ നമ്മുടെ അമീബ, പാരമീസിയം, യുക്ലീന തുടങ്ങിയ ജീവികൾ ഉൾപ്പെടുന്ന പ്രോട്ടിസ്റ്റ. ഇപ്പൊ ഇതൊക്കെയാണ് ഏകകോശ ജീവികളുടെ ഗണത്തിൽ ഉൾപ്പെടുന്നത്. ഇനി ബഹുകോശ ജീവി എന്താണ്? ഒന്നിലധികം കോശങ്ങളെ കൊണ്ട് നിർമ്മിച്ച ജീവികളാണെന്ത്? ബഹുകോശ ജീവികൾ. ചില ജീവികളുടെ ഈ കോശങ്ങൾ കോശജാലികകളായിട്ട്, ഇപ്പൊ ഹൈഡ്ര എടുക്കുമ്പോൾ ഹൈഡ്രയിൽ എന്താണ്? കോശജാലങ്ങളാണ്, അല്ലെ? കോശജാലങ്ങളായിട്ട് കാണാൻ വേണ്ടി പറ്റും.
കുറച്ചും കൂടി മെച്ചപ്പെട്ട ജീവികൾ എടുക്കുകയാണെങ്കിൽ ഈ കോശജാലങ്ങൾ കലകളായിട്ടും അത് പിന്നെ അവയവങ്ങളായിട്ടും അല്ല, ഇപ്പൊ മണ്ണിരയൊക്കെ എടുക്കുമ്പോൾ എന്താണ്, അവർക്ക് അവയവം ഉണ്ട് അല്ലേ. പിന്നീട് നമ്മളെ പോലെയുള്ള ജീവികളിലേക്ക് എത്തുമ്പോൾ, സസ്തനികളിലൊക്കെ എത്തുമ്പം എന്താണ്, അവയവ വ്യവസ്ഥയായിട്ട് അത് രൂപാന്തരപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ കാണപ്പെടുന്നത് ഏതിലാണ്? ബഹുകോശ ജീവികളാണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെ കിണ്ഡങ്ങളാണ് ബഹുകോശ ജീവികളിൽ ഉൾപ്പെടുന്നത്? ഒന്ന് ഫംഗസുകളും കൂണുകളും ഒക്കെ ഉൾപ്പെടുന്ന, ഈസ്റ്റ് അടക്കമുള്ള ജീവികൾ ഉൾപ്പെടുന്ന കിണ്ഡം ഫഞ്ചെ. അതുപോലെ സസ്യങ്ങൾ ഉൾപ്പെടുന്ന പ്ലാന്റേ, നമ്മളടക്കമുള്ള ജന്തുക്കൾ ഉൾപ്പെടുന്ന അനിമേലിയ. ഇതൊക്കെയാണ് ബഹുകോശ ജീവികളുടെ ഗണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, വ്യത്യാസം മനസ്സിലായോ? അതായത് ഒരേ ഒരു കോശം എന്താ പറയുക കൊണ്ട് നിർമ്മിച്ച ജീവികൾ, അവരാണ് ഏകകോശ ജീവികൾ എന്ന് പറയുന്നത്. ഒന്നിലധികം കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചത് ബഹുകോശ ജീവികളും. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണ്? ഏകകോശ ജീവിയിൽ ഒറ്റ കോശമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ബഹുകോശ ജീവികൾ അങ്ങനെയല്ല, ഓരോ കോശത്തിനും പ്രത്യേകം എന്ത് ചെയ്യുന്നുണ്ട്? പൊതുധർമ്മങ്ങൾ ഉണ്ടാവും, എല്ലാവരും ചെയ്യേണ്ട ധർമ്മം ഉണ്ടാവും. ഇത് കൂടാതെ ഓരോ കോശത്തിനും പ്രത്യേക ധർമ്മങ്ങളും നമുക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റും, ബഹുകോശ ജീവികളിൽ കാണാൻ പറ്റും അല്ലെ. എന്താണ് ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയും, അവരുടെ തൊഴിലുകളിൽ വിഭജനം അല്ലെ, തൊഴിൽ വിഭജനം കാണാൻ പറ്റും. ഏതില്? കോശങ്ങളിൽ. ഏത് തരം കോശങ്ങളിലാണ്? ബഹുകോശ ജീവികളുടെ കോശങ്ങളിൽ. ഇനി നമ്മൾ ഏത് തരം ജീവികൾ എടുത്തു കഴിഞ്ഞാലും അതിലെ കോശ മർമ്മവുമായിട്ട് ബന്ധപ്പെട്ട്, കോശമർമ്മം എങ്ങനെയാണോ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കോശത്തെ രണ്ട് രീതിയിൽ വേർതിരിക്കാം. അപ്പൊ അതാണ് പ്രോകാരിയോട്ടിക് കോശവും യൂകാരിയോട്ടിക് കോശവും. പ്രോകാരിയോട്ടിക് കോശം എന്ന് വെച്ചാൽ എന്താണ് അല്ലെ? പ്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ പഴയത് അല്ലെ, പണ്ടത്തത് എന്നുള്ള രീതിയിലൊക്കെയാണ് പറയാം. അതായത് ഏറ്റവും ആദ്യം ഉണ്ടായത് പ്രോകാരിയോട്ടിക് കോശങ്ങളാണ്. യൂകാരിയോട്ടിക്കിനെ നമുക്ക് ട്രൂ കാരിയോട്ടിക് എന്ന് വിളിക്കാം. ഇതിൽ കാരിയോൺ എന്ന് പറയുന്നത് എന്താണ്? മർമ്മമാണ്. കോശമർമ്മത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കാരിയോൺ. ഓക്കെ, കാരിയോൺ എന്ന് പറയുന്നത് കോശമർമ്മമാണ്. യു എന്ന് വെച്ചാൽ ട്രൂ, ശരിയായ കോശമർമ്മമുള്ള ജീവി, അല്ലെങ്കിൽ ശരിയായ കോശമർമ്മമുള്ള കോശം. ഓക്കെ, അതാണ് യൂകാരിയോട്ടിക് കോശം. നമുക്ക് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പ്രോകാരിയോട്ടിക്കിന് പ്രത്യേകത, അവർക്ക് കോശത്തിന്റെ മർമ്മത്തിന് സ്ഥലമില്ല അല്ലെ. നമ്മൾ സാധാരണ എങ്ങനെയാണ് ഒരു കോശം വരയ്ക്കുന്നത്? ഒരു കോശം അതിൻ്റെ ഉള്ളിൽ അല്ലെ, ഒരു റൗണ്ട് ഫിഗറാണ് സാധാരണ രീതിയിൽ നമ്മൾ എന്തിനു കൊടുക്കാറുള്ളത്? മർമ്മത്തിന് കൊടുക്കാറുള്ളത്. പക്ഷെ അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള ആകൃതിയില്ലാത്ത, വ്യക്തതയില്ലാത്ത ഒരു മർമ്മമാണ് ഇതിനുള്ളത്? പ്രോകാരിയോട്ടിനുള്ളത്. അതിനെ വിളിക്കുന്ന പേരെന്താണ്? ന്യൂക്ലിയോയിഡ്. മർമ്മം എന്നൊന്നും പറയാൻ പറ്റില്ല. അതായത് ജനിതക വസ്തു അടങ്ങിയ കോശത്തിന്റെ ഭാഗം, ആ ഭാഗമാണ് അത്ര വ്യക്തതയില്ലാത്ത, അവ്യക്തമായിട്ടുള്ള, പ്രത്യേകമായിട്ടുള്ള ആകൃതിയൊന്നുമില്ലാത്ത ഒരു ഭാഗം. ആ ഭാഗം അറിയപ്പെടുന്ന പേരാണെന്ത്? ന്യൂക്ലിയോയിഡ്. യൂകാരിയോട്സിൽ പക്ഷെ അങ്ങനെയല്ല. അവർക്ക് എന്തുണ്ട്? വളരെ വ്യക്തമായിട്ടുള്ള ഒരു മർമ്മമുണ്ട്. നമുക്ക് മർമ്മത്തിന്റെ ആകൃതി പറയാൻ വേണ്ടി പറ്റും. എന്തുകൊണ്ടാ? മർമ്മത്തിന് ഒരു ആവരണം, മർമ്മസ്തരം ഉള്ളതുകൊണ്ട്. ഓക്കെ, ഇനി അപ്പൊ എന്തൊക്കെയാണ് പ്രോകാരിയോട്ടിൽ ഉള്ളത്, ഇല്ലാത്തത് എന്ന് നമുക്ക് നോക്കാം. പ്രോകാരിയോട്ടിൽ ഇല്ലാത്തതാണ് മർമ്മസ്തരമില്ല അല്ലെ. അതുപോലെ മർമ്മത്തിന്റെ ഉള്ളിൽ നമുക്ക് വേറൊരു എന്താണ്, വൃത്താകൃതിയിലുള്ള, ഗോളാകൃതിയിലുള്ള മർമ്മകം കാണാൻ പറ്റുമല്ലോ. ഈ മർമ്മകം പ്രോകാരിയോട്സിനില്ല. അവർക്ക് ഇതുപോലെ സ്തരാവൃതമായിട്ടുള്ള കോശാംഗങ്ങളില്ല. എന്താണ് സ്തരാവൃത കോശാംഗങ്ങൾ? സ്തരത്താൽ ആവരണം ചെയ്ത കോശാംഗങ്ങൾ. അതായത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി ബോഡി പോലെയുള്ള സ്തരത്താൽ ആവരണം ചെയ്ത കോശാംഗങ്ങൾ എവിടെ കാണാൻ പറ്റുന്നില്ല? നമുക്കിവിടെ പ്രോകാരിയോട്സിൽ കാണാൻ പറ്റില്ല. അതുപോലെ കോശാസ്ഥി ഘടന ഇല്ല. കോശാസ്ഥി ഘടനയാണ് കോശത്തിന് എന്ത് ചെയ്തത്? കോശത്തിന്റെ ഒരു ചട്ടക്കൂടായിട്ട് പ്രവർത്തിച്ചിട്ട്. ഇപ്പൊ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശാസ്ഥി ഘടനയായിട്ട് യൂകാരിയോട്ടിക് കോശങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഒരു ചട്ടക്കൂട് പോലെ കോശത്തിന് ആകൃതിയും ഫലവും കൊടുക്കുന്നത് ഈ കോശാസ്ഥി ഘടനയാണ്. ഇതൊന്നും ഏതിലില്ല? പ്രോകാരിയോട്ടിക് കോശത്തിലില്ല. എന്നാൽ യൂകാരിയോട്സിൽ ഉണ്ട് താനും. ഓക്കെ, അതുപോലെ പ്രോകാരിയോട്ടിക് കോശങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? വളരെ ചെറുതാണ്.
എത്ര മൈക്രോൺ അല്ലെങ്കിൽ മൈക്രോമീറ്റർ വലിപ്പം വരുന്നുണ്ട്? 1 മുതൽ 10 മൈക്രോമീറ്റർ വരെയാണ് വലിപ്പം വരുന്നത്. എന്നാൽ കുറച്ചുകൂടി വലുത്, അതായത് പ്രോകാരിയോട്ടിനെ അപേക്ഷിച്ച് താരതമ്യേന വലുതാണ്. ഏകദേശം 5 മുതൽ 100 മൈക്രോൺ വരെയാണ്. ഓക്കെ, മൈക്രോണിന് നമ്മൾ എന്തെന്ന് പറയാം? മൈക്രോമീറ്റർ എന്നും കൂടി വിളിക്കാം കേട്ടോ. അപ്പം 5 മുതൽ 100 മൈക്രോൺ വരെയാണ് ഏത് വരുന്നത്? യൂക്കാരിയോട്ടിക് കോശം വരുന്നത്. അതുപോലെ റൈബോസോമുകളുടെ പ്രത്യേകത, രണ്ടിലും റൈബോസോമുകളുണ്ട്. പ്രോകാരിയോട്ടിലുള്ള റൈബോസോമിന് നമ്മൾ 70S റൈബോസോം എന്നാണ് പറയാം. 2 സബ് യൂണിറ്റുകൾ, ഉപയൂണിറ്റുകൾ കൂടി ചേരുന്നുണ്ട്. ഏതൊക്കെയാണ്? 50Sഉം 30Sഉം ചേർന്നിട്ടാണ് 70S റൈബോസോം ഉണ്ടായത്. അതേസമയം യൂക്കാരിയോട്ടിൽ വരുന്നത് 60Sഉം 40Sഉം ഉപയൂണിറ്റുകൾ ചേർന്നിട്ടുണ്ടായ 80S റൈബോസോമുകളാണ് ഏതിലുള്ളത്? യൂക്കാരിയോട്സിലുള്ളത്. ഓക്കെ, അതുപോലെ പ്രോകാരിയോട്സിൽ ഫേനമില്ല. ഫേനം നമുക്കറിയാലോ, ഫേനത്തിന് എന്തുണ്ട്? ഒരു ആവരണം ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ? ടോണോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആവരണം. അപ്പൊ ഈ ഫേനം ഭൂരിഭാഗം പ്രോകാരിയോട്ടുകളിലും ഇല്ല. ചിലതിലുണ്ട്, വായു നിറഞ്ഞ ഫേനങ്ങളുണ്ട്. ഏതിലൊക്കെയാണ്? പ്രകാശ സംശ്ലേഷണം നടത്തുന്നവയിൽ. കാരണം അവർക്ക് ഭക്ഷണം സംഭരിക്കണമല്ലോ അല്ലെ? പ്രകാശ സംശ്ലേഷണത്തിലൂടെ ലഭിച്ച ഫുഡ്, ഭക്ഷണം അവർക്ക് സംഭരിച്ചു വെക്കണം, നിർമ്മിച്ച ഭക്ഷണം. അപ്പൊ അതുകൊണ്ട് പ്രകാശ സംശ്ലേഷണ ബാക്ടീരിയകളായിട്ടുള്ള ഹരിത ബാക്ടീരിയ, നീലഹരിത ആൽഗകൾ അല്ലെങ്കിൽ നീലഹരിത ബാക്ടീരിയ എന്നും വിളിക്കും നമ്മൾ. ഓക്കെ, അല്ലെങ്കിൽ സൈനോ ബാക്ടീരിയ എന്ന് വിളിക്കും. അപ്പോൾ ഹരിത ബാക്ടീരിയ, സൈനോ ബാക്ടീരിയ, പർപ്പിൾ ബാക്ടീരിയ, ഇതൊക്കെയാണ് പ്രകാശ സംശ്ലേഷണ ബാക്ടീരിയകൾ. അവർക്ക് എന്ത് കാണാൻ പറ്റും? ഫേനം കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെയുള്ളതിൽ മാത്രമേ ഫേനം ഉള്ളൂ. പക്ഷേ യൂക്കാരിയോട്സിൽ അങ്ങനെയല്ല. എല്ലാ യൂക്കാരിയോട്സിലും എന്തുണ്ട്? ഫേനം ഉണ്ട്. അതിൽ എണ്ണത്തിലൊക്കെ വ്യത്യാസം വരും, വലിപ്പത്തിലും എണ്ണത്തിലും വ്യത്യസ്തതയുണ്ട് എന്ന് മാത്രം. ഇനി സെൻട്രിയോളുകൾ ഏതിൽ കാണപ്പെടുന്നില്ല? പ്രോകാരിയോട്സിലില്ല. യൂക്കാരിയോട്സിൽ ഉണ്ട് താനും. ഓക്കെ, സെൻട്രിയോളുകളുണ്ട്. ചില ജീവികളിൽ ഈ സെൻട്രിയോളുകൾ കൂടി ചേർന്നിട്ട് സെൻട്രോസോം എന്ന് പറയുന്ന ഘടനയായിട്ട് മാറുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി അടുത്തത് കോശ ശ്വസനം നടക്കുന്നത് ഏതിലാണ്? കോശ ശ്വസനം സാധാരണ രീതിയിൽ പ്രോകാരിയോട്സിൽ നടക്കുന്നത് ഗ്ലൈക്കോളിസിസ് മാത്രമായിരിക്കും. അപ്പൊ ഗ്ലൈക്കോളിസിസിന് എന്ത് മതി? കോശസ്തരവും കോശദ്രവ്യവും മതി അല്ലെ? അപ്പോൾ കോശശ്വസനം പ്രോകാരിയോട്സിൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നതാണ്? കോശസ്തരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നതാണ്. യൂകാരിയോട്സിൽ അങ്ങനെയല്ല. അവർക്ക് ഗ്ലൈക്കോളിസിസും ചില ജീവികൾ ക്രബ്സ് പരിവൃത്തിയും നടക്കുന്നുണ്ട് അല്ലെ? അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കോശശ്വസനം എന്ന് പറയുന്നത് കോശസ്തരവുമായിട്ട് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത് മൈറ്റോകോൺട്രിയുമായിട്ട് ആണ്. ഓക്കെ, മൈറ്റോകോൺട്രിയയുടെ ഉൾമടക്കുകളായിട്ടുള്ള ക്രിസ്റ്റേകളുമായിട്ടാണ് കൂടുതലായിട്ടും അവർക്ക് ബന്ധം വരുന്നത്. അപ്പോൾ പ്രോകാരിയോട്സിൽ കോശശ്വസനം കോശസ്തരവുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ യൂക്കാരിയോട്സിൽ കോശശ്വസനം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? മൈറ്റോകോൺട്രിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രോകാരിയോട്ടിന്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളെ പോലെയുള്ള യൂക്കാരിയോട്സിന്റെ DNA എങ്ങനെയാണ്? നീണ്ട DNA അല്ലെ? നീളത്തിലല്ലേ DNA കാണുന്നത്. പക്ഷേ പ്രോകാരിയോട്സിന് വലയ രൂപത്തില് ഏകദേശം റൗണ്ടായിട്ട് വരുന്ന വലയ അല്ലെങ്കിൽ വൃത്ത DNA ആണ് കാണപ്പെടുന്നത്. ഇതിനൊരു പേരുണ്ട്. അതിന്റെ പേരാണെന്ത്? പ്ലാസ്മിഡ്. ഓക്കെ, പ്ലാസ്മിഡ് എന്നറിയപ്പെടുന്ന വലയ DNA അല്ലെങ്കിൽ വൃത്ത DNA ആണ് കാണപ്പെടുന്നത്. അപ്പൊ ബാക്ടീരിയയിൽ ഈ പ്ലാസ്മിഡ് അറിയപ്പെടുന്ന എന്താണ്? ബാക്ടീരിയൽ DNA എന്ന പേരിലാണ്. ഓക്കെ, ഇനി ഈ DNA അടങ്ങിയിരിക്കുന്ന ക്രോമസോം, ഒരേ ഒരു ക്രോമസോം മാത്രമേ പ്രോകാരിയോട്സിനുള്ളൂ. ഓക്കെ, ഒരു പ്രോകാരിയോട്ടിക് കോശം എടുത്താൽ ഒറ്റൊരു ക്രോമസോമേ ഉള്ളൂ. അതിൽ ന്യൂക്ലിയോ പ്രോട്ടീനുകളില്ല. പിന്നെ എന്ത് മാത്രമേ കാണാൻ പറ്റൂ? DNA മാത്രം അടങ്ങിയ ഒരേ ഒരു ക്രോമസോം. പക്ഷേ നമ്മുടെ യൂക്കാരിയോട്സിൽ അങ്ങനെയല്ല. നമുക്ക് എന്തുണ്ട്? ന്യൂക്ലിയോ പ്രോട്ടീനുകളുണ്ട് അല്ലെ? ഹിസ്റ്റോൺ പ്രോട്ടീനും നോൺ ഹിസ്റ്റോൺ പ്രോട്ടീനും ഒക്കെ അടങ്ങിയ, അതിൻ്റെ കൂടെ DNA കൂടി അടങ്ങിയ ഒന്നിലധികം ക്രോമസോമുകളാണ് ആർക്കുള്ളത്? നമുക്കുള്ളത്. അതുപോലെ ഇൻക്ലൂഷൻ ബോഡികളും മീസോസോമുകളും, ഇതൊക്കെ ഏതിൽ മാത്രമാണ് കാണപ്പെടുന്നത്? പ്രോകാരിയോട്ടിൽ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഇതെന്താണ് നമുക്ക് വിശദീകരിച്ച് പറയാം. യൂക്കാരിയോട്സിൽ അതൊന്നും ഇല്ല. അതുപോലെ
കോശവിഭജനം. എമൈറ്റോട്ടിക് എന്നാണ് ഏതിലുള്ള കോശവിഭജനം അറിയപ്പെടുന്നത്? പ്രോകാരിയോട്ടിലുള്ളത്. എമൈറ്റോട്ടിക് എന്ന് വെച്ചാൽ വളരെ വേഗത്തിലാണ് കോശം വിഭജിക്കുന്നത്. ദ്വിവിഭജനം, ബഹുവിഭജനം പോലെയുള്ള രീതികൾ, മുകുളനം, ഓക്കെ, ഇങ്ങനെയുള്ള കോശവിഭജന രീതികളിലൂടെ വളരെ വേഗത്തിലാണ് കോശം വിഭജിക്കുന്നത്. അപ്പം അതിന് ആ ഒരു കോശവിഭജന രീതി അറിയപ്പെടുന്ന പേരെന്താണ്? എമൈറ്റോട്ടിക് കോശവിഭജനം. അതേസമയത്ത് യൂകാരിയോട്ടിക് കോശത്തിൽ ഏതൊക്കെ രീതിയിലെ കോശവിഭജനമുണ്ട്? ശരീരകോശമാണെങ്കിൽ അതിൽ ക്രമഭംഗം നടക്കും. പ്രത്യുൽപാദന കോശമാണെങ്കിൽ എന്തായിരിക്കും? ഊനഭംഗം. അല്ല, അത് നമുക്കറിയാലോ. ക്രമഭംഗത്തിൽ 2 പുതിയ കോശങ്ങൾ അഥവാ പുത്രികാ കോശങ്ങൾ ഉണ്ടാവുമ്പോൾ ഊനഭംഗത്തിൽ 4 പുത്രികാ കോശങ്ങൾ ഉണ്ടാവുന്നു. ഇനി എന്തൊക്കെയാണ് എക്സാമ്പിൾസ് വരുന്നത് നോക്കാം. പ്രോകാരിയോട്ടിക് കോശത്തിന് ഉദാഹരണമായിട്ട് വരുന്നത് പലതരം ബാക്ടീരിയകൾ വരും. അതുപോലെ സയനോ ബാക്ടീരിയ എന്നറിയപ്പെടുന്ന നീലഹരിത ആൽഗ ഉൾപ്പെടുന്നുണ്ട്. അതുകൂടാതെ മൈക്കോപ്ലാസ്മ, ഇത്രയൊക്കെയാണ് വരുന്നത്. അതുപോലെ യൂകാരിയോട്ടിക് കോശത്തിൽ വരുന്നത് ഏതൊക്കെയാണ്? സസ്യകോശങ്ങൾ, ജന്തുകോശങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്, യൂകാരിയോട്സിൽ വരുന്നത്. ഇത്രയാണ് പ്രോകാരിയോട്ടിക് കോശവും യൂകാരിയോട്ടിക് കോശവും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമ്മൾ പ്രോകാരിയോട്ടിക് കോശത്തിനെ കുറിച്ച് വിശദമായിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് പ്ലാസ്മിഡിനെ കുറിച്ചിട്ടാണ്. പ്ലാസ്മിഡ്, അപ്പൊ ഇത് വേറൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്, അതാണ് ജീനോമിക് DNA. ഈ പ്ലാസ്മിഡുകൾ കൊണ്ട് ഒരുപാട് ഉപയോഗമുണ്ട്. അതായത് പ്രത്യേകമായിട്ടുള്ള ചില സ്വഭാവ സവിശേഷതകൾ ഉണ്ടാക്കാൻ പ്ലാസ്മിഡുകൾ സഹായിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സവിശേഷതയാണ് ബാക്ടീരിയകളിൽ കാണപ്പെടുന്ന ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്. ആൻറ്റിബയോട്ടിക് പ്രതിരോധം എന്ന് വെച്ചാൽ എന്താണ്? മരുന്നിനെ പ്രതിരോധിക്കാനുള്ള കഴിവ്, അല്ലേ? ഇത് സാധാരണ രീതിയിൽ പാരസൈറ്റിക് ആയിട്ടുള്ള ബാക്ടീരിയകളിലാണ് കണ്ടുവരുന്നത്. അതായത് നമുക്ക് അസുഖം ഉണ്ടാക്കുന്ന രോഗകാരികളായ ബാക്ടീരിയകളിൽ മരുന്നിനെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവുണ്ടാക്കുന്നത് ഈ പ്ലാസ്മിഡാണ്. അതുപോലെ വേറൊന്നാണ് പരിവർത്തനം അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. ബാക്ടീരിയൽ ട്രാൻസ്ഫോർമേഷൻ, അതായത് ഏതെങ്കിലും ഒരു ആതിഥേയ കോശത്തിലേക്ക് ഒരു ബാക്ടീരിയ പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ജനിതക വസ്തുവായിട്ടുള്ള പ്ലാസ്മിഡിന് ആ ഒരു കോശത്തിൻ്റെ DNA അതിനെ മാറ്റി ബാക്ടീരിയൽ DNA ആക്കി മാറ്റാനുള്ള കഴിവുണ്ട്. അതിനെയാണ് നമ്മൾ ബാക്ടീരിയൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ഈ ഒരു പ്ലാസ്മിഡാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല ചില പ്രത്യേകതരം പ്ലാസ്മിഡുകൾ, അപ്പം അവർ അറിയപ്പെടുന്ന പേര് തന്നെ എന്താണ്? എപ്പിസോം എന്നാണ്. നമ്മൾ പറയില്ലേ ബാക്ടീരിയൽ ട്രാൻസ്ഫോർമേഷൻ, അല്ലേ? അതായത് പ്രധാനപ്പെട്ട ക്രോമോസോമുമായിട്ട് പ്രധാനപ്പെട്ട DNA കൂടിച്ചേരാനുള്ള, സംയോജിക്കാനുള്ള ആ ഒരു കഴിവ് ചില പ്ലാസ്മിഡുകൾക്കുണ്ട്. അങ്ങനെ സംയോജിക്കാനുള്ള, മറ്റൊരു അന്യ DNA സംയോജിക്കാനുള്ള ആ ഒരു കഴിവുള്ള പ്ലാസ്മിഡുകളാണ് എപ്പിസോമുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ കൂട്ടത്തിലാണ് പ്രോകാരിയോട്ടിക് കോശമാണ് ഏറ്റവും ചെറിയ കോശം. അത് മൈക്കോപ്ലാസ്മ വിഭാഗത്തിൽപ്പെടുന്ന PPLO എന്ന് പറയുന്ന ഒരു കോശമാണ്. അതിൻ്റെ ഫുൾ ഫോം എന്താണ്? പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. ഇതാണ് ഏറ്റവും ചെറിയ കോശം. ഇനി നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു, ഇതിൽ കൂടുതലായിട്ട് ഉൾപ്പെടുന്നത് ബാക്ടീരിയ ആണ് പ്രോകാരിയോട്ടിക് കോശങ്ങളുടെ കൂട്ടത്തിൽ. ആ ബാക്ടീരിയ എത്ര തരമുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ ബാക്ടീരിയ ഏതൊക്കെ തരത്തിലുണ്ട്? കോക്കസ്, ബാസിലസ്, സ്പൈറലം, വിബ്രിയോ. ഇതാണ് 4 തരത്തിലുള്ള ബാക്ടീരിയകൾ. അപ്പോൾ കോക്കസ് എന്ന് പറയുന്നത് ഗോളാകൃതിയിലാണ് കോക്കസിനെ കാണാൻ വേണ്ടി പറ്റുക. ബാസിലസ് എന്താണ്? റോഡ് ഷേപ്പാണ്, റോഡ് ആകൃതിയിലാണ് ബാസിലസ് വരുന്നത്. അതുപോലെ സ്പൈറൽ എന്ന് പറയുന്നത് സർപ്പിൾ ആകൃതിയിലും, പിന്നെ കൊമ ഷേപ്പിൽ, കൊമയുടെ ആകൃതിയിലാണ് ഏത് വരുന്നത്? വിബ്രിയോ കോളറെ കേട്ടിട്ടുണ്ടാവും, അല്ലേ? കോളറയുടെ രോഗകാരിയാണ്. അത് ഏത് ആകൃതിയിലാണ്? കൊമയുടെ ആകൃതിയിലാണ് കാണപ്പെടുന്നത്. ഇതാണ് 4 തരം ബാക്ടീരിയ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു പ്രോകാരിയോട്ടുകളുടെ സവിശേഷതയായിട്ട് പറയാൻ പറ്റുന്നത് എക്സ്ക്ലൂസീവായിട്ട് ഉള്ള ഒന്ന്, അതാണ് ഇൻക്ലൂഷനുകൾ അഥവാ ഇൻക്ലൂഷൻ ബോഡികൾ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ആവരണ വ്യവസ്ഥ, അതായത് സ്ഥരാവരണം ഇല്ലാത്ത ഒന്നാണ് ഈ ഇൻക്ലൂഷനുകൾ എന്ന് പറയുന്നത്. അതായത് ഒരു പ്രോകാരിയോട്ടിക് കോശം എടുത്താൽ അതിൽ കോശദ്രവ്യത്തിൽ ചില ഭാഗങ്ങളിലൊക്കെ എന്ത് ചെയ്തു?
ചില തരികൾ സംഭരിച്ചു വെച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഗ്രെയിൻസ് അഥവാ തരികൾ സംഭരിച്ചു വെച്ചിട്ടുള്ളതായിട്ട് കാണാം. ആഹാര സംഭരണം നടത്തുന്നതായിട്ട് കാണാം. അപ്പൊ അത് ഒരു ആവരണം കൊണ്ടൊന്നും പൊതിഞ്ഞതല്ല. ഇപ്പൊ ഫേനമൊക്കെ പറയുന്നില്ലേ, ഫേനമാണെങ്കിൽ എന്താണ്, അത് ആഹാരമോ എന്തായിക്കോട്ടെ, ജലമോ ലവണമോ സംഭരിക്കുന്നത് എങ്ങനെയാണ്, അതിനൊരു സ്ഥരാവരണം ഉള്ളത് കൊണ്ടാണ്. പക്ഷെ അങ്ങനെ ഒരു ആവരണമൊന്നും ഇല്ലാതെ തന്നെ കോശദ്രവ്യത്തിൽ കുറച്ച് കുറച്ചായിട്ട് ചില തരികൾ സൂക്ഷിച്ചു വെക്കുന്ന ഭാഗങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഇൻക്ലൂഷനുകൾ അഥവാ ഇൻക്ലൂഷൻ ബോഡികൾ. ഇങ്ങനെ ഇവരെന്തൊക്കെയാണ് സൂക്ഷിച്ചു വെക്കുന്നത്? ഫോസ്ഫേറ്റ് തരികൾ, സയനോഫൈസിയൻ തരികൾ, ഗ്ലൈക്കോജൻ തരികൾ തുടങ്ങിയവയാണ് ഇവരെന്ത് ചെയ്യുന്നത്, സംഭരിച്ചു വെക്കുന്നത്. ഓക്കെ, ഇതാണ് പ്രോകാരിയോട്ടിക് കോശത്തിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളൂ, കോശാവരണത്തിനെ കുറിച്ചിട്ടാണ്. സെൽ എൻവലപ്പ്. യൂകാരിയോട്സിനെ പോലെയല്ല ഇതിൻ്റെ കോശാവരണം. നമ്മൾ പറഞ്ഞു യൂകാരിയോട്സിൽ ഇപ്പോൾ കോശസ്തരം ഉണ്ടാവാം, കോശഭിത്തി ഉണ്ടാവാം, ഇതെല്ലാം വേറിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ഒരു പ്രോകാരിയോട്ടിൽ എടുത്തു കഴിഞ്ഞാൽ കോശസ്തരവും കോശഭിത്തിയും പിന്നെ മറ്റൊരു ആവരണവും, അതായത് ഗ്ലൈക്കോകാലിക്സ് എന്ന് പറയുന്ന ഏറ്റവും പുറമേയുള്ളൊരു ആവരണം, ഇത് മൂന്നും ഒരുമിച്ച് കോശ ആവരണം അഥവാ സെൽ എൻവലപ്പ് എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. സെൽ എൻവലപ്പ്. ഓക്കെ, അപ്പോൾ 3 പാളികളാണ് ഉള്ളത്. അതിൽ ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഇത്, ഗ്ലൈക്കോകാലിക്സ്. ഒരു ബാക്ടീരിയ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആകൃതി നമ്മൾ പറയുന്നത് ഈ ഗ്ലൈക്കോകാലിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഓക്കെ, അപ്പോൾ അതായത് ചിലത് എന്തായിരിക്കും, സ്ലൈം പാളികളായിരിക്കും. സ്ലൈം പാളി എന്ന് വെച്ചാൽ വളരെ അയഞ്ഞ ഒരു കോശാവരണം ഗ്ലൈക്കോകാലിക്സ് ആണുള്ളതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്ലൈം പാളി എന്ന് പറയുന്നത്. ചിലത് എന്തായിരിക്കും, കുറച്ചും കൂടി ദൃഢമായതായിരിക്കും, അല്ലേ? ഒരു ക്യാപ്സ്യൂൾ എന്ന് പറയുന്നില്ല നമ്മൾ, കുറച്ചും കൂടി ദൃഢമായിട്ടുള്ള ഒന്നായിരിക്കും, കനവും ദൃഢതയും കൂടിയ ഒരു ഗ്ലൈക്കോകാലിക്സ് ആയിരിക്കും ഉണ്ടാവുന്നത് ചില പ്രോകാരിയോട്ടുകളിൽ. അതറിയപ്പെടുന്ന പേരാണ് ഇത് ക്യാപ്സ്യൂൾ. അപ്പോൾ ഗ്ലൈക്കോകാലിക്സ് തന്നെ 2 തരത്തിൽ കാണാൻ പറ്റും. ഏതൊക്കെയാണ്? അയഞ്ഞ സ്ലൈം പാളിയായിട്ടോ അല്ലെങ്കിൽ കനവും ദൃഢതയുള്ള ക്യാപ്സ്യൂളോ ആയിട്ടോ കാണാൻ വേണ്ടി പറ്റും. ഈ ഗ്ലൈക്കോകാലിക്സ് ഉൾപ്പെടുന്ന ഈ കോശാവരണത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ഗ്രാം സ്റ്റെയിനിങ് ചെയ്യുന്നത് ബാക്ടീരിയയിൽ. ഇപ്പോൾ ബാക്ടീരിയനെ നമുക്ക് 2 രീതി പറയാം, അല്ലേ? ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ഉണ്ട്, ഗ്രാം നെഗറ്റീവ് ഉണ്ട്. ഗ്രാം സ്റ്റെയിനിങ്ങിനോട് പ്രതികരിക്കുന്ന ബാക്ടീരിയകളെയാണ് നമ്മൾ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ ഒരു കോശാവരണത്തിൻ്റെ പ്രത്യേകതയാണ് ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയകളായിട്ട് നമുക്ക് അവരെ വേർതിരിക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇനി പറയുന്നത് കോശഭിത്തിയാണ്. കോശഭിത്തി ഭൂരിഭാഗം എല്ലാ പ്രോകാരിയോട്സിലും ഉണ്ട്, ഇല്ലാത്തത് ഏതിലാണ്? മൈക്കോപ്ലാസ്മയിലാണ്. പിന്നീട് കോശസ്തരം എന്ന് പറയുന്നത്. കോശസ്തരം നമ്മുടെ യൂകാരിയോട്ടുകളുടേതിന് സമാനമായിട്ടുള്ള ഒരു കോശസ്തരമാണ് ഇതിനുള്ളത്. ഇപ്പം യൂകാരിയോട്സിന് പ്ലാസ്മ സ്തരമാണല്ലോ, അപ്പം അതിന് സമാനമായിട്ടുള്ള ഒരു കോശസ്തരമാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കോശസ്തരം ഉള്ളിലേക്ക്, കോശദ്രവ്യത്തിലേക്ക് ഇങ്ങനെ മടക്കുകൾ, ഇപ്പം നമ്മൾ മൈറ്റോകോൺട്രിയ ഒക്കെ കാണുന്നില്ലേ, എന്താണ് അതിൻ്റെ ഉള്ളിലുള്ള ദ്രവത്തിലേക്ക് ഇങ്ങനെ ഉൾമടക്കുകളായിട്ട് രൂപാന്തരപ്പെട്ടിട്ടുള്ളത്, ക്രിസ്റ്റകളായിട്ട്. അതുപോലെ ഇവിടെ കോശസ്തരം എന്ത് ചെയ്തിട്ടുണ്ട്, കോശദ്രവ്യത്തിലേക്ക് ഇറങ്ങി ഉൾമടക്കുകളായിട്ട് രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള കോശസ്തരത്തിനാണ് നമ്മൾ മീസോസോം എന്ന് പറയുന്നത്. കോശസ്തരം ഉൾമടക്കുകളായിട്ട് രൂപാന്തരപ്പെട്ടിട്ടുണ്ട്, അതറിയപ്പെടുന്ന പേരാണെന്ത്? മീസോസോമുകൾ. ഈ മീസോസോമുകൾ തന്നെ പല പ്രോകാരിയോട്സിലും പല രീതിയിലായിരിക്കും കാണപ്പെടുന്നത്. ചിലത് ചെറിയ ചെറിയ സഞ്ചികളായിട്ട് വരും. ഓക്കെ, അതായത് ഈ ഉൾമടക്കുകൾ തന്നെ ചിലപ്പോൾ എന്തായിരിക്കും, ഇതുപോലെ ചെറിയ ചെറിയ സഞ്ചികൾ അഥവാ വെസിക്കിൾസ് ആയിട്ടായിരിക്കും കാണാൻ വേണ്ടി പറ്റുക. ഓക്കെ, അതുപോലെ ചിലത് എന്തായിട്ടായിരിക്കും ഉണ്ടാവുന്നത്? പാളികളായിട്ട്, ലാമെല്ലയായിട്ട് മാറിയതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിനൊരു ഉദാഹരണമാണ് നീലഹരിത ആൽഗ എന്ന് പറയുന്നത്. ഓക്കെ, നീലഹരിത ആൽഗയിൽ ഇതുപോലെയുള്ള ലാമെല്ലകളിലാണ് വർണ്ണകങ്ങളുള്ളത്. അതിനാ ഒരു നീലപ്പച്ച നിറം കൊടുക്കുന്ന വർണ്ണകങ്ങൾ ഈ ഒരു ലാമെല്ലയിലാണ് കാണാൻ വേണ്ടി പറ്റുക. അത്തരം പാളികളെ അല്ലെങ്കിൽ അത്തരം മീസോസോമുകൾ അറിയപ്പെടുന്ന പേരാണ് ക്രൊമാറ്റോഫോറുകൾ. അതുപോലെ നളിക, ചിലതിൽ നമുക്ക് എന്തായിട്ട് കാണാൻ പറ്റും? ട്യൂബ്യൂളുകൾ, ട്യൂബിൻ്റെ ചെറിയ രൂപമായിട്ടുള്ള നളിക അഥവാ ട്യൂബ്യൂളുകളുടെ രൂപത്തിലും എന്ത് കാണാൻ പറ്റും? ഇത് മീസോസോമുകളെ കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് കോശാവരണത്തെക്കുറിച്ച് പറയാനുള്ളത്.
കോശജൈവശാസ്ത്രത്തിന്റെ നാഴികക്കല്ലുകൾ, ചരിത്രം, അതുപോലെ പ്രോകാരിയോട്ടിക് കോശത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. യുകാരിയോട്ടിക് കോശം, ക്രോമസോം, അങ്ങനെ വലിയൊരു ഭാഗം ഇനിയും നമുക്ക് ബാക്കിയുണ്ട്. അത് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്.